പെരുന്നാളിൻ്റെ അന്ന് വന്നൊരു പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല കേട്ടോ എൻ്റെ അമ്മോനെ. അല്ലെങ്കിൽ ഇടയ്ക്ക് 1-2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വന്ന് നോക്കാനുള്ള ആകെ ഒരു അമ്മോനാണ് ഇത്. അപ്പോൾ കാണാഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇപ്പോൾ ഇത്, എന്താ പറ്റിയത്, എന്താ വരാഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ 1-2 കുറച്ച് സോയിലിൽ വെട്ടതാണ് മാളെ ഞാൻ, അതുകൊണ്ടാണ് വരാഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പാപ്പാനെ കണ്ടാൽ എൻ്റെ ഐറൂസിന് നല്ല പരിചയം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓന് വരുമ്പോൾ ഒക്കെ നല്ല മുട്ടായി ചോക്ലേറ്റ് ഒക്കെ കൊണ്ടേ കൊടുക്കും. അതുകൊണ്ട് അപ്പാപ്പാനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പാപ്പാ പാപ്പാപ്പ എന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലും കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന മിൽക്കി ബാറും ചോക്ലേറ്റും ഒക്കെ വാങ്ങി തീറ്റൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്തതാ. കുറച്ച് നേരം മൂപ്പര് അവിടെ ഇരുന്ന് അങ്ങനെ പോയി. അതിന് പിന്നാലെ തന്നെ എൻ്റെ കെട്ടിയവന് അതാ പള്ളിയിൽ പോവാണ് കേട്ടോ. മൂപ്പരും പോയി. അതിന് ശേഷം ഞങ്ങൾ ഒരു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു വിശപ്പ് ഇങ്ങനെ വന്നപ്പോൾ 2 മാഗി ഉണ്ടായിരുന്നു, അതിങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതുമൂനും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളും കുറേശ്ശെ കഴിച്ചു. പിന്നെ ഞാനും മോളും ഓരോ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിക്ക് വന്നത്. ഉച്ചക്കത്തെ ലഞ്ച് പരിപാടി ലഞ്ചൊക്കെ ഒരുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നല്ല ഗീ റൈസാണ്, അതുകൊണ്ടാണ് കുറച്ച് നേരം ഇങ്ങനെ വൈകുന്നത്. ഒരു പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഉണ്ട്, വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനുള്ളത് വെജിറ്റബിൾസും കാര്യങ്ങളും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം അതങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ. അപ്പം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയാൽ പിന്നെ ചിക്കൻ കറി തന്നെ വേണമല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ വേവുന്നുണ്ട്. നെയ്ച്ചോറ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 അടുപ്പത്തായിട്ട് പെട്ടെന്ന് റെഡിയാക്കി. മൂപ്പര് പള്ളിയിൽ നിന്ന് വന്നപ്പോക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഇതാ നമ്മൾ അധികം ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നുമില്ല, ഇതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പേരി ആയിട്ട് ഇതാ കാബേജും ക്യാരറ്റും ഇട്ടിട്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഒരു ക്യാബേജിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് പകുതി ക്യാബേജും ഒരു 2 ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ക്യാബേജ് ഒറ്റയ്ക്ക് വെക്കണതോ അല്ലെങ്കിൽ ക്യാരറ്റ് ഒറ്റയ്ക്ക് വെക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുടിക്കാനുള്ള ഒരു മോരും വെള്ളം കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയപ്പം ശുഭം. കാരണം എന്ത് കിട്ടിയാലും ഇപ്പോൾ ഈ ഉച്ചക്ക് ലഞ്ച് കഴിക്കുമ്പോൾ മൂപ്പർക്ക് ഈ ഒരു വെള്ളം കിട്ടണം കേട്ടോ. കാരണം ആ ദാഹം അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് വരില്ലേ, അതൊരു കപ്പ് ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് കാണുമ്പോൾ എന്നോടൊരു പ്രത്യേക ഒരു സ്നേഹമാണ് കേട്ടോ. എന്തായാലും വന്നപാടെ മൂപ്പര് പള്ളിയിൽ നിന്ന് വന്നപാടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഐറൂസിന് മോള് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.